ഞാൻ അതിനൊരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കതിൽ കുറ്റബോധവുമില്ല. വിശന്ന് തളർന്ന ഒരാൾ അല്പം ആഹാരം കഴിച്ചതിൽ തെറ്റുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ പുറത്തുനിന്ന് ആഹാരം വരുത്തി കഴിക്കുന്നവരുടെ ലക്ഷ്യം അത് വേറെന്തെങ്കിലും ആയിരിക്കും. ഈ വീട്ടിൽ എന്താ ഭക്ഷണം ഇല്ലാഞ്ഞിട്ടാണോ ഇവരൊക്കെ അങ്ങനെ ചെയ്തത്? പണത്തിന്റെ അഹങ്കാരം, ധിക്കാരം. എന്നെ കുറ്റക്കാരിയാക്കി ഇവിടെ ഓടിക്കാനുള്ള തന്ത്രങ്ങളാ ഇതൊക്കെ. എനിക്കത് മനസ്സിലായിട്ടില്ല എന്ന് ആരും വിചാരിക്കണ്ട. DK, ഈ പറയുന്നതെല്ലാം കള്ളത്തരങ്ങളാണ്. നിർത്തടി. ഞങ്ങളെ കുറ്റപ്പെടുത്താൻ നിനക്ക് എന്താ അധികാരം? സുപ്രിയാന്റിയുടെ സ്ഥാനത്ത് കയറിയിരുന്ന് ഈ വീട് ഭരിക്കാമെന്ന് നീ കരുതിയോ? DK ഈ ജന്മത്ത് അതിനനുവദിക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം. DKയുടെ മരുമക്കളെയും ഭാര്യമാരെയും പലയിടത്തേക്ക് പിരിച്ചയക്കാൻ നിനക്ക് എന്താ അവകാശം? അതിനാരാ നീ? നിന്റെയൊക്കെ അമ്മായിയമ്മ ഈ നിൽക്കുന്ന DKയുടെ ഭാര്യ. DK, ഞാൻ പറയുന്നത് ദയവ് ചെയ്ത് വിശ്വസിക്കണം. ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. നോ, നീ അതും അതിനപ്പുറം ചെയ്യും. ഇനി നിന്നോട് ഞാൻ ക്ഷമിക്കില്ല. എന്റെ മരുമക്കളെയും ഭാര്യമാരെയും ഇവിടുന്ന് അകറ്റിയാൽ അത് ഞാൻ സഹിക്കില്ല. പൊട്ടും പൊടിയും ചേർത്ത് ഉറുമ്പ് കൂട് കൂട്ടുന്ന പോലെ എന്റെ ചങ്കിലെ ജീവൻ കൊടുത്ത് ഞാൻ ഉണ്ടാക്കിയെടുത്ത എന്റെ കുടുംബം നശിപ്പിക്കാൻ നോക്കിയാൽ നിന്നെ വെച്ചേക്കില്ല ഞാൻ. ഇത്രയും കാലം ഞാൻ നിന്നെ സഹിച്ചു. ഇനി നീ ഈ വീട്ടിൽ വേണ്ട. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. മോനെ, വഴിയുടെ മോനെ, മോനെ, അവളെ വിട്. മൈസൺ, മഹാപാപം ചെയ്യരുത് മോനെ. നോ, ഇത് എന്റെ തീരുമാനമാണ്. ഇതിനെ ചോദ്യം ചെയ്യാൻ ആരും വരരുത്. ഇറങ്ങിപ്പോടി. പറഞ്ഞു കേട്ടില്ലടി, ഇറങ്ങിപ്പോവാൻ. ഇനി ഒരു നിമിഷം പോലും നീ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല. ഗെറ്റ് ഔട്ട്. ബെട്ടി, നീ പോകരുത് മോളെ. നീ എന്റെ മോന്റെ ഭാര്യ. ഇവിടെ ഒരിക്കലും നീ പോവരുത്. എന്താ മോളെ നീ ഒന്നും പറയാത്തത്? എന്നെ കൊണ്ട് പറ്റില്ലമ്മ. ഞാൻ ബേക്കറിക്കാരിയല്ല, ഒരു വിലയും ഇല്ലാത്തവള്. ഈ വീടിന്റെ അന്തസ്സിനും അഭിമാനത്തിനും യോജിക്കാത്തവള്. നുണയെ 1000 വട്ടം ആവർത്തിച്ച് പറഞ്ഞ് സത്യമാക്കി മാറ്റുന്ന നാടകത്തിന് എല്ലാവരും ഇപ്പൊ സാക്ഷിയായത്. DK ഞാൻ തെറ്റു പറയില്ല. ചുറ്റിലും നിന്ന് എല്ലാവരും കൂടി ആവർത്തിച്ച് പറഞ്ഞപ്പോ DK വിശ്വസിച്ചു. ഇവരുടെ അലർച്ചകൾക്കിടയിൽ ഞാൻ പറയുന്ന സത്യം ആര് കേൾക്കാനാ? സത്യത്തിന്റെ ശബ്ദം വളരെ നേർത്തതാണമ്മ. എനിക്കറിയാം, ഒരുപാട് അബദ്ധങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയൊന്നും ആയിരുന്നില്ല. DK, നിങ്ങളെ ഹിറ്റ്ലർ എന്ന് വിളിക്കുമ്പോഴും എനിക്ക് നിങ്ങളോട് വെറുപ്പ് തോന്നിയിട്ടില്ല. ഉള്ളിൽ നിങ്ങളോട് എവിടെയോ ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. എന്റെ മനസാക്ഷിക്ക് മുന്നിൽ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അബദ്ധത്തിൽ നിന്റെ കഴുത്തിൽ കെട്ടിപ്പോയ ഈ താലിയുടെ അവകാശം നിനക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി മേലിൽ നീ ഈ വീടിന്റെ പടി ചവിട്ടരുത്. ഗെറ്റ് ഔട്ട്.
നന്ദിയുണ്ട് എല്ലാത്തിനും. ഇത്രയും കാലം ഈ വീട്ടില് ജീവിക്കാൻ സമ്മതിച്ചതിന്, കഴിക്കാൻ ആഹാരം തന്നതിന്, കിടക്കാൻ ഇടം തന്നതിന്, എല്ലാത്തിനും നന്ദി. ഓർമ്മ വയ്ക്കും മുമ്പേ മരിച്ചുപോയതാ എന്റെ അമ്മ. ഒരമ്മയുടെ സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ വന്നപ്പോ, അമ്മയുടെ സ്നേഹം കിട്ടിയപ്പോ, എന്റെ പെറ്റമ്മയെ ഞാൻ അമ്മയിൽ കണ്ടു. അമ്മയുടെ മകളായിട്ട് ജനിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മകളായിട്ട് തന്നെയാ അമ്മ എന്നെ സ്നേഹിച്ചത്. ഇനി ഈ വീടിന്റെ പടി കടന്ന് വരണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്റെ മനസ്സിലെ ദൈവങ്ങൾക്കൊപ്പം അമ്മ എന്നും ഉണ്ടാവും. മോളെ, മോളെ, മോളെ. മോനെ, അവള് നിക്കടി അവിടെ. ഇത്ര നിസ്സാരമായിട്ട് നിന്നെ ഇവിടുന്ന് ഇറക്കിവിടാൻ കഴിയുമെന്ന് ഞാൻ കരുതിയില്ല. സാധാരണ നിനക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ അവരുടെ തലയെടുക്കുന്നതാണല്ലോ നിന്റെ ശീലം. എന്നിട്ടും
ഒരു വാക്ക് പോലും പറയാതെ ഇത്ര നിസ്സാരമായി നീ പരാജയം സ്വീകരിച്ച് ഈ പടിയിറങ്ങുമ്പോ സത്യത്തില് എനിക്ക് അത്ഭുതം തോന്നുന്നു. ഞാൻ കരുതിയത് നീ ഇവിടെ നിൽക്കാൻ വേണ്ടി DKയുടെ കാല് പിടിച്ച് കെഞ്ചി കരയുമെന്നാ. ആ കരച്ചില് കേൾക്കാനാ ഞാൻ കാത്തിരുന്നത്. പക്ഷേ അതുണ്ടായില്ല. എന്നെ ഇറക്കി വിടല്ലേ എന്ന് പറഞ്ഞ് DKയുടെ കാല് പിടിച്ച് കരയുന്ന നിന്റെ ചിത്രം ഞാൻ മനസ്സിൽ കണ്ടിരുന്നു. എന്നിട്ടും എന്താടി നിനക്ക് കരച്ചില് വരാത്തത്? നിനക്കറിയോ, ഇവിടെ നിന്ന് നിന്നെ ഇറക്കി വിടാൻ കാരണം ഞാനാ. ബാങ്ക് ഓഫീസേഴ്സും GST ഓഫീസേഴ്സും വരുന്ന സമയം നിന്നോട് തെറ്റിച്ച് പറഞ്ഞത് ഞാനാ. ഒറ്റ ഫോൺ കോളിൽ നിന്റെ ജീവിതം ഞാൻ തിരുത്തി കുറിച്ചു. ഈ അമരാവതിയിൽ നിന്നും നിന്നെ ദാ ഇതുപോലെ പടിയിറക്കി. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിന്നെ ഇവിടുന്ന് ഇറക്കിവിടാൻ എനിക്ക് ചെലവായത് ഒരു ഫോൺ കോൾ മാത്രം. നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഈ മായ തെളിയിച്ചു. ഓരോ തവണയും പുറത്തായി കഴിയുമ്പോ അടുത്ത നിമിഷം കൂടുതൽ കരുത്തോടെ നീ ഇവിടേക്ക് തന്നെ തിരിച്ചു വന്നു. പക്ഷേ ഇത്തവണ നിനക്കൊരു തിരിച്ചുവരവുണ്ടാവില്ല. ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് എന്നേക്കുമായിട്ടാണ്. ഞാനൊരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ അതതുപോലെ നടത്തിയെടുക്കാനും എനിക്കറിയാം. ഇന്നു മുതൽ നീ DKയുടെ ഭാര്യയല്ല, അമരാവതിയിലെ ആരുമല്ല. പൊയ്ക്കോ. ഇനി മേലിൽ നീ ഇവിടേക്ക് വരരുത്. Well done, Maya. You did a great job. ഇവളെന്നെ കെട്ടിപ്പിടിക്കുന്നു. ഇവൾക്കിത് എന്തു പറ്റി? നിനക്ക് എന്നോട് ഇത്രയ്ക്ക് സ്നേഹമുണ്ടെന്ന് ഞാൻ കരുതിയില്ല. നീ ഇപ്പൊ എനിക്ക് ചെയ്തതുണ്ടല്ലോ ഒരു വലിയ കാര്യം. താങ്ക് യു. എന്നോട് ഈ ഐഡിയ പറഞ്ഞു തന്നതും ഈ ജ്യോതിയ. ഞാൻ നിരപരാധിയാ. എന്നോട് പറഞ്ഞു ദുബായില് ബാലുവിന്റെ അടുത്ത് വിടാന്ന്. അവിടുത്തെ ബിസിനസ് ഞങ്ങളെ ഏൽപ്പിക്കാന്ന്. ബാലുവിനെ തിരിച്ചു വിളിച്ച് ഞങ്ങളെ ദുബായിലെ ബിസിനസിന്റെ ചുമതല ഏൽപ്പിക്കാന്ന് പറഞ്ഞത് ഈ ജ്യോതിയ. അതിബുദ്ധിശാലിയാണിവൾ. അമരാവതിയിലെ മക്കളെയും മരുമക്കളെയും തമ്മിലടുപ്പിച്ച് ഈ വീട് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള തന്ത്രമായിരുന്നു ഇത്. പക്ഷേ ഇന്ന് നീ കാരണം ഞാൻ അപമാനിക്കപ്പെട്ടു. ഒട്ടും പൊടിയും ചേർത്ത് ഉറുമ്പ് കൂട് കൂട്ടുന്ന പോലെ
എന്റെ ചങ്കിലെ ജീവൻ കൊടുത്ത് ഞാൻ ഉണ്ടാക്കിയെടുത്ത എന്റെ കുടുംബം നശിപ്പിക്കാൻ നോക്കിയാൽ നിന്നെ വെച്ചേക്കില്ല ഞാൻ. വലിയ വീട്ടിലും മരുമകളായപ്പോ നീ കഴിഞ്ഞതൊക്കെ അങ്ങ് മറന്നു, ഞങ്ങളെല്ലാം മറന്നു. നിന്ന് വർത്താനം പറഞ്ഞ് സമയം കളയാതെ ഇറങ്ങിപ്പോറ്റോ. ഇത്രയും കാലം ഞാൻ നിന്നെ സഹിച്ചു. ഇനി നീ ഈ വീട്ടിൽ വേണ്ട. ഇനി കളി കാണാനുള്ളതാണ്. നിന്റെ അച്ഛന്റെ അറസ്റ്റ്. ഇനി മേലിൽ നീ ഈ വീടിന്റെ പടി ചവിട്ടരുത്. ഗെറ്റ് ഔട്ട്. ഒരാളുടെ സങ്കടം തീർക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് മിനിമം കോമൺ സെൻസ് നിങ്ങൾക്കുണ്ടാവും. സൂര്യ ഇന്ന് ഈ നിലയിൽ ജീവച്ഛവം പോലെ കിടക്കാൻ കാരണം നിങ്ങളാണ്. ഈ വീട്ടിൽ എല്ലാവരും നിങ്ങൾ കീ കൊടുക്കുമ്പോ ചലിക്കുന്ന പാവകളാന്നാ നിങ്ങളുടെ വിചാരം. ആ ബേക്കറിക്കാർ ഇത്രയും നാള് ഇവിടെ നിന്ന് എന്നെയും ഈ കുടുംബത്തെയും മുഴുവൻ ഡിസ്റ്റർബ് ചെയ്തിട്ടാ പോയത്. ഇതിനു മുമ്പേ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടേണ്ടതായിരുന്നു. എന്റെ മനസാക്ഷിക്ക് മുന്നിൽ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. Stop it. മോളെ മോളെ DK, അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയതിന് നിങ്ങൾ ഇത്രയ്ക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ശരിയായ തീരുമാനം തന്നെയാ DK എടുത്തത്. സുപ്രിയാന്റിയുടെ സ്ഥാനത്തിരിക്കാൻ ഒന്നുകൊണ്ട് യോഗ്യയല്ല ജ്യോതി. എന്തായാലും അവൾ ഈ വീട്ടിൽ നിന്ന് പോയി. DKയുടെ ജീവിതത്തിലെ കാർമേഘങ്ങളും പോയി. ഈ വീടിനെ ഇതുവരെ ബാധിച്ചിരുന്ന ഒരു നെഗറ്റീവ് എനർജി ആയിരുന്നു അവൾ. ആ നെഗറ്റീവ് എനർജി ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയി. ഇനി പൂജാരിയെ വിളിച്ച് ഈ വീട് ആകെ ഒന്ന് ശുദ്ധി വരുത്തണം. അതിനെന്തിനാ പൂജാരിയെ വിളിക്കുന്നെ? വീട്ടിൽ എന്തെങ്കിലും മോശം കാര്യം നടക്കുമ്പോഴല്ലേ പൂജാരിയെ വിളിക്കുന്നെ? ഇപ്പൊ നടന്നത് ഒരു നല്ല കാര്യല്ലേ? ജ്യോതിയെ ഇറക്കി വിട്ടത് ഒരു നല്ല കാര്യമായിട്ടാ എനിക്ക് തോന്നിയത്. അങ്ങനെ ഒരു നല്ല കാര്യം നടന്നാന് എന്തിനാ പൂജാരിയെ വിളിക്കുന്നെ? പൂജാരിയെ വിളിച്ച് പൂജ ചെയ്യേണ്ട ഒരാവശ്യമില്ല. ക്ഷേത്രത്തിന്ന് കുറച്ച് പുണ്യാഹം കൊണ്ടുവന്ന് തളിച്ചാ മതി, എല്ലാ ദോഷങ്ങളും മാറും. സത്യത്തിൽ അവളെ DK എന്തുകൊണ്ടാ ഇത്രയും കാലം സഹിച്ചെന്നാവും എനിക്ക് മനസ്സിലാവാത്ത. എന്തായാലും ഇനി അങ്ങോട്ട് DKയുടെ ജീവിതത്തിൽ നല്ലത് മാത്രമേ സംഭവിക്കൂ. അവളേക്കാൾ നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി DK വിവാഹം കഴിപ്പിക്കണം.
ദുർഭൂതങ്ങള് പടിയിറങ്ങിപ്പോയ ആ വീട്ടിൽ ഗംഗാജലം കൊണ്ട് ശുദ്ധി വരുത്തുന്നത് ഉത്തമമാണെന്ന് പഴമക്കാര് പറയുന്നത്. ജ്യോതി ഈ വീട്ടിൽ താമസിച്ച കാലം മുഴുവൻ നമ്മളെ തമ്മിൽ വേർതിരിക്കാനാണ് ശ്രമിച്ചത്. Shut up!